ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ബഡ്ജറ്ററി ഡെഫിസിറ്റ് ആണ്. ബഡ്ജറ്ററി ഡെഫിസിറ്റിന്റെ മെഷേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. There can be different types of deficit in a budget depending upon the types of receipt and expenditure we take into consideration. Accordingly, there are three concepts of deficit, namely revenue deficit, fiscal deficit and primary deficit. അപ്പോൾ നമുക്ക് ഡെഫിസിറ്റ് ബഡ്ജറ്റിന് അതിൻ്റെ റെസിപ്റ്റിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും ബേസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെയാണ് റവന്യൂ ഡെഫിസിറ്റ്, സെക്കൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, തേർഡ് പ്രൈമറി ഡെഫിസിറ്റ്. Although budget deficit and revenue deficit are old ones, but fiscal deficit and primary deficit are of recent origin. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി നമുക്ക് കേട്ട് പരിചയമുണ്ട്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആവുക, അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ആവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ബഡ്ജറ്റിൻ്റെ കേസ്, ബഡ്ജറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതിൽ ബാലൻസ്ഡ് ബഡ്ജറ്റും അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ബഡ്ജറ്റിലെ ഡെഫിസിറ്റ് ബഡ്ജറ്റും സർപ്ലസ് ബഡ്ജറ്റും ഒക്കെ കണ്ടതാണ്. പക്ഷേ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസ് ആണ്. അതും എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റെസിപ്റ്റ്. ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എക്സസ് ആവുക, ടോട്ടൽ റെസിപ്റ്റിനേക്കാൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയാം. നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എക്സ്പെക്റ്റഡ് റവന്യൂവിനേക്കാൾ ഗ്രേറ്റർ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ഡെഫിസിറ്റ് ആണ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. ഫോളോയിങ് ആർ 3 ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്. ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡെഫിസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ് ചെയ്താൽ മതി. ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. രണ്ടാമതൊരു ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ചെയ്യുക. അതിൽ ബോറോയിങ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ റെസിപ്റ്റിന് മൈനസ് ചെയ്യുന്നതാണ്, സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതുപോലെ പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്. ബോറോയിങ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ചെയ്യാം. പ്രൈമറി ഡെഫിസിറ്റ് കാണാനായിട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് ചെയ്യാം. ഇനി നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും എന്താണെന്ന് നോക്കാം. അതിനെ ഒരു ടേബിൾ ഫോമിലാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ ഫോമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മീനിങ്ങിൻ്റെ ബേസിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ബഡ്ജറ്റ് റെസിപ്റ്റ് അതർ ദാൻ ബോറോയിങ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇക്വേഷനായിട്ട് കണ്ടു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് ആണെന്ന് പറഞ്ഞു. ആ സെയിം തന്നെ മീനിങ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ബഡ്ജറ്റ് റെസിപ്റ്റ്. എക്സസ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ബഡ്ജറ്റ് റെസിപ്റ്റ് അതർ ദാൻ ബോറോയിങ്. നമ്മൾ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ അതിനെ തന്നെ മാറ്റി മീനിങ് ആയിട്ട് സെൻറ്റൻസ് വൈസ് എഴുതിയിരിക്കുകയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ബഡ്ജറ്റ് റെസിപ്റ്റ്. എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴാണല്ലോ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയാം. റവന്യൂവും എക്സ്പെൻഡിച്ചറും റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ അവിടെ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സസ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ബഡ്ജറ്റ് റെസിപ്റ്റ് അതർ ദാൻ ബോറോയിങ്സ്. ഇനി റവന്യൂ ഡെഫിസിറ്റ് എന്താ നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഈസ് ദ സർപ്ലസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ സർപ്ലസ് ആവാം. റവന്യൂ റെസിപ്റ്റിനേക്കാൾ റവന്യൂ എക്സ്പെൻഡിച്ചർ സർപ്ലസ് ആണെങ്കിൽ നമുക്കതിന് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ സർപ്ലസ് ആവുന്നു ഏതിനേക്കാൾ? റവന്യൂ റെസിപ്റ്റിനേക്കാൾ. ദാറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റ്. സെക്കൻഡ് പാരാമീറ്റർ ആണ് സിഗ്നിഫിക്കൻസ്.
അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഇറ്റ് റിഫ്ലെക്ട്സ് ദ ടോട്ടൽ ഗവൺമെൻറ് ബോറോയിങ്സ് ഡ്യൂറിങ് എ ഫിസിക്കൽ ഇയർ. അപ്പോൾ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ടോട്ടൽ ഗവൺമെൻറ് ബോറോയിങ്സ് ആണ്. ഒരു ഫിസിക്കൽ ഇയറിലുള്ള ടോട്ടൽ ഗവൺമെൻറ് ബോറോയിങ്സ് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതേസമയം റവന്യൂ ഡെഫിസിറ്റിൽ ഇറ്റ് റിഫ്ലക്റ്റ് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ ഗവൺമെൻറ്. റവന്യൂ ഡെഫിസിറ്റ് കാണിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയാണ് ടു റീച്ച് ഇറ്റ്സ് റെഗുലർ ഓർ റിക്കറിങ് എക്സ്പെൻഡിച്ചർ. റിക്കറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ഇൻഎഫിഷ്യൻസി കാണിക്കുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ് ആണ്. ഒരു ഫിസിക്കൽ ഇയറിലുള്ള ടോട്ടൽ ഗവൺമെൻറ് ബോറോയിങ് ആണ്. അതേസമയം റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയാണ്. ഇനി നമുക്ക് ഫോർമുല പറയാം. ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്. അതേസമയം റവന്യൂ ഡെഫിസിറ്റ് കാണാൻ ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമുലാസും നമ്മൾ കൊടുത്തു. അപ്പോൾ ആദ്യം മീനിങ്, അതുപോലെ സിഗ്നിഫിക്കൻസ്, ഫോർമുല, 3 കാര്യങ്ങളുടെ ബേസിലാണ് ഫിസിക്കൽ ഡെഫിസിറ്റും റവന്യൂ ഡെഫിസിറ്റും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.